മാത്രവുമല്ല നീ ഇതിൽ അനുകരിക്കേണ്ടത് ആരിഫ് റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് എന്നോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. जो आज आतंकवादी देवबंद के मदरसे से दारूम से पकड़े गए हैं साथियों, आज पकड़े गए हैं कश्मीर के छात्र ट्रेनिंग का काम कर रहे थे। चैलेंज देकर कहना चाहते हैं मेरे पूर्ववासी, 1 तारीख तक देवबंद को छोड़ दो। यहाँ जो कट्टरवादी फैलाना चाहते हैं कटमिंगा, देवबंद को छोड़कर पाकिस्तान भाग जाए, अन्यथा 1 तारीख के बाद ढूंढ ढूंढ कर मेरे पूर्ववासी और गुजर आर्मी तुम्हारा नाश करने का काम। വീഡിയോ കണ്ടപ്പോൾ ഇത് തീവ്രവാദമല്ലേ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്ന പുണ്യപുരുഷനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊല്ലത്തേക്ക് വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് മൊഴിഞ്ഞു, എൻ്റെ സഹാബി, അത് ഖുർആൻ അനുസരിച്ച് കൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഹൈന്ദവ മഹാന്മാർ ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. നീ കയ്യിലുള്ള വാളും തോക്കുമെടുത്ത് ശാഖയിലുള്ള മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് മുസ്ലിം സ്ഥാപനങ്ങളിലേക്ക് വിട്ടോ, മർക്കസിലേക്ക് വിട്ടോ, നോളജ് സിറ്റിയിലേക്ക് വിട്ടോ. കശ്മീരിൽ മതം ചോദിച്ച് കൊന്നില്ലേ? ഈ മതം ചോദിച്ച് കൊല്ലുന്നത് പഠിപ്പിച്ചത് ഖുർആനല്ലേ? ആ ഖുർആൻ പഠിപ്പിക്കുന്ന മർക്കസിലോട്ട്, നോളജ് സിറ്റിയിലോട്ട് ചെന്നോ, ജാമിയ നൂരിയിലോട്ട് ചെന്നോ, അങ്ങനെ എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളിലോട്ടും ചെന്നിട്ട് അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ, അറബിക്കടലിലോട്ട് മുങ്ങിച്ചാകാൻ പറ എന്ന് നീ പറയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു. മാത്രവുമല്ല നീ ഇതിൽ അനുകരിക്കേണ്ടത് ആരിഫ് റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് എന്നോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്റെ സുഹൃത്തുക്കളെ, ഞാനിതാ പുറപ്പെടുകയാണ്. ട്രെയിൻ കയറുകയാണ് കാസർഗോട്ട് നിന്ന്. നോളജ് സിറ്റിയിലേക്ക് കുറച്ച് ദൂരമുണ്ട് സുഹൃത്തുക്കളെ. ഇത് കേൾക്കുന്ന എൻ്റെ ശാഖാ സംഘികളായ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ. കയ്യിലുള്ള ആയുധങ്ങളും കരുതിക്കോളൂ. നമ്മൾക്ക് മുസ്ലിം തീവ്രവാദികളെ പാകിസ്ഥാനിലോട്ട് അയക്കണം, അല്ലെങ്കിൽ അറബിക്കടലിൽ നമുക്ക് മുക്കിക്കൊല്ലണം. എന്നിട്ട് അറബിക്കടലിന്റെ പേര് നമുക്കങ്ങ് മാറ്റണം, സംസ്കൃത കടലെന്നാക്കി മാറ്റണം. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഇന്ദ്രന്റെ കൂടെ 1000 അപ്സരസ്സുകളെ കണ്ട് സുഖിച്ച് കഴിയാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. രവിചന്ദ്രൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങൾ ചെയ്യുന്ന, തോക്കെടുക്കുന്ന സംഗതികൾ മാത്രമാണ് തീവ്രവാദം. ബീഫ് കഴിച്ചതിന്റെ പേരിൽ, പശുവിറച്ചി കഴിച്ചതിന്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ അത് തീവ്രവാദമല്ല.